കേരളത്തിൽ മുഴുവനും എല്ലാ ജില്ലകളിലും ഇതുപോലെ POPകൾ സംഘടിപ്പിക്കുന്നുണ്ട്. കാരണം കാലഘട്ടത്തിന്റെ മാറ്റം എന്ന് പറയുന്ന കൺസെപ്റ്റാണ് ഇത് ഫിജിക്കാട്ട് എന്ന് പറയുന്നത്. കാരണം ഞാൻ പറഞ്ഞ കാര്യം നമ്മൾക്കൊക്കെ ഒരു അവസരങ്ങളാണ് കുറച്ചും തരാന്നുള്ളത് വിശ്വസിക്കുന്നുണ്ട്. കാരണം എന്നെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നെറ്റ്വർക്കിംഗ് മേഖല എന്താണെന്നോ ഒരു വശവും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. എനിക്കൊരു എക്സ്പീരിയൻസും ഈ ഒരു മേഖലയില്ല. കാരണം രാവിലെ പണിക്ക് പോകണം, വൈകുന്നേരം വീട്ടിലെത്തണം, ഒരു 800 രൂപ കൂലി വാങ്ങണം. ഇതാണ് നമ്മളെ മൈൻഡ് സെറ്റ്. വീട്ടിലെത്തുമ്പോഴേക്കും അതിലൊരു 300 രൂപ 400 രൂപ കഴിഞ്ഞിട്ടുണ്ടാവും. ബാക്കി പോക്കലിട്ടിട്ട് ഒരു ജീവിതം കഴിഞ്ഞ് സാധാരണക്കാരനായിട്ടുള്ള വ്യക്തി. കാരണം ഞങ്ങൾ 4 പേരാണ്. എന്റെ ഫാദർ ഇപ്പം മരിച്ചു പോയിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിന്റെ സ്വത്ത് എന്ന് പറയുന്നത് നമ്മൾ 4 മക്കൾ തന്നെയാണ്. അദ്ദേഹം പറയാറുണ്ട് എപ്പോഴും. വലിയ ഫിനാൻഷ്യലി വലിയ സെറ്റപ്പുകളൊന്നുമല്ല. കാരണം വളരെ കഷ്ടപ്പാടുള്ള വ്യക്തിയാണ്. ഒരുപക്ഷെ ആ കഷ്ടപ്പാടായിരിക്കും നമ്മൾ എത്രത്തോളം വലിയ രീതിയിൽ സംസാരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരുപക്ഷെ ഈ ഒരു ബിസിനസ് ചെയ്യുന്നവരെ ഈ ഒരു സദസ്സിലുണ്ടാവാം, അതല്ലെങ്കിൽ ബിസിനസ് പ്ലാൻ കേൾക്കാൻ വന്ന ആളുകൾ സദസ്സിലുണ്ടാവാം. പറയുന്ന സമയം നിങ്ങൾക്ക് ഒരുപാട് എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾക്ക് ഒരു ലൈഫിൽ ഒരു സക്സസ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മളെ ജീവിതയാത്രയിൽ നമ്മൾ വിഷമങ്ങൾ അനുഭവിക്കണം. മഴ പെയ്യുന്ന സമയത്ത് നിങ്ങൾ ആരെങ്കിലും നിങ്ങളെ വീട്ടില് അകത്ത് വെള്ളം വരുന്ന സമയത്ത് പാത്രം വെച്ചു കൊടുത്തിട്ടുണ്ടോ? എന്റെ ലൈഫിലും എന്റെ ഏട്ടന്റെ ലൈഫിലൊക്കെ അത് ഉണ്ടായിട്ടുണ്ട്. ഉറങ്ങുന്ന സമയത്ത് തലയിലൊക്കെ വെള്ളം വരുന്ന സമയത്ത് എന്റെ ഏട്ടനൊക്കെ എന്നെ എടുത്ത് ഇരുന്നിട്ട് ഞങ്ങൾ ഒരുപാട് ഇരുന്നിട്ടുണ്ട്. എന്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട്, ഈ നരകത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോയാൽ മതിയായിരുന്നു എന്നുള്ളത് എന്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ നമ്മൾ ജീവിച്ചു പോയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഇന്ന് അപ്പൊ ഉമ്മ പറയാറുണ്ടായിരുന്നു, എങ്ങനെങ്കിലും എന്റെ 3 ആൺകുട്ടികൾ ഒരാളെങ്കിലും എങ്ങനെങ്കിലും ഒന്ന് പൊന്തിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് രാവിലെ ഭക്ഷണം തരുമ്പോ 2 10 ഏട്ടൻ അധികം കൊടുക്കാറുണ്ട് ഷാജി സാറിന്. കാരണം എങ്ങനെങ്കിലും അവനൊന്ന് പൊക്കം വെച്ചിട്ട് അവനങ്ങ് പറഞ്ഞു വിടാലോ ഗൾഫിലേക്ക്. ആ പ്രകാരം 20-ാം വയസ്സിൽ അദ്ദേഹം പ്രവാസിയായിട്ടുണ്ട്. 20-ാം വയസ്സിൽ പ്രവാസി ശേഷം 17 വർഷം അദ്ദേഹം പ്രവാസ ജീവിതം അനുഭവിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മൾക്കൊക്കെ വേണ്ടിയിട്ടായിരിക്കും. പിന്നെ സിസ്റ്റർ ഉണ്ട്, കല്യാണം കഴിഞ്ഞു. പണ്ട് സമ്പ്രദായം സ്ത്രീധന സമ്പ്രദായം ഉണ്ടായിരുന്നു. കാണാൻ വലിയ ഗ്ലാമർ ഒന്നും ഇല്ലാന്നായിരുന്നു അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ലൈഫും ട്രാജഡിയാണ് എന്റെ സിസ്റ്റർക്ക് ഉള്ളത് എന്നുള്ളതാണ്. അങ്ങനെ ഒരു ലൈഫ്. ഇപ്പം എന്റെ ഉമ്മ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, പ്രതീക്ഷകളുണ്ട്. ലൈഫിൽ ചെറുപ്പ സമയത്ത് തന്നെ ഒരുപാട് ജോലികൾ ചെയ്തിട്ടുണ്ട്. വീട്ടിലിരുന്നോണ്ട് തന്നെ ചൂടി വിരിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം അമ്മ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ഒന്ന് പൊക്കാൻ വേണ്ടിയിട്ട്. അന്നൊരു കോളേജിലായിരുന്നു നമ്മൾ താമസിച്ചുകൊണ്ടിരുന്നത്. അന്ന് എന്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട്, എന്റെ ഏട്ടൻ ഇവിടെ ഉണ്ട്, അസൂയപ്പെട്ട് കാര്യമില്ല, ഞാനത് പറയും. അന്ന് എന്റെ ഉമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്റെ ഉമ്മ കല്യാണം കഴിച്ച് ഒരുപാട് വർഷം അവിടെ നിന്ന സമയത്ത് എങ്ങനെങ്കിലും ഒന്ന് രക്ഷപ്പെടണം, വേറെ കൂട്ടുകുടുംബമാണ്. അപ്പം ഞാൻ ജനിച്ചപ്പോഴാണ് ലക്ഷം വീട് കോളനിയിലേക്ക് മാറാൻ സാധിച്ചത് എന്ന് എന്റെ ഉമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാര്യമൊന്നല്ല മേഡം, അത്ര റിസ്ക് എടുത്തിട്ടാണ്. കേൾക്കുന്നില്ല? ഓക്കെ. അപ്പൊ മേഡം എത്ര റിസ്ക് എടുത്തിട്ടാണ് ഈ ഒരു കൺസെപ്റ്റിന് നെഞ്ചോട് ചേർത്ത് ഇത്രയും ലീഡേഴ്സ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയെങ്കിൽ അതാണ് ഫിജിക്കാട്ടിലെ നല്ലൊരു വരുമാനം. 3ാമത്തെ റാങ്കിൽ 4ാമത്തെ റാങ്കിൽ അപ്ഡേഷൻ പോകുന്ന ഗ്രേറ്റ് ലീഡർ സലീമിനാണ് താങ്ക്സ് പറയാണ്. പിന്നെ അത് കൂടാതെ എന്താ പറയുക, ഇതിന് കട്ട സപ്പോർട്ട് ഷായി സാർ, വസ്മിയ മാഡം, പിന്നെ സിനോജ് സാർ, പ്ലസ് റാഫി സാർ, സൈനി മാഡം, എല്ലാ ലീഡേഴ്സും, സുധീർ സാറിന് ഇവിടെ MC എടുത്ത എല്ലാ ലീഡേഴ്സിനും, അഷർ സാർ, എല്ലാ ലീഡേഴ്സിനും ഒരു താങ്ക്സ് പറയാണ്. പിന്നെ എന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ, എക്സ്പീരിയൻസ് നമുക്ക് ഒരിക്കലും മാറ്റി പറയാൻ പറ്റില്ലല്ലേ. നമുക്ക് വാപ്പ അമ്മ മക്കള് ആരെയും എന്താ പറയാ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. എക്സ്പീരിയൻസ് നമുക്ക് ഒന്നേ ഉണ്ടാവുള്ളൂ. ഈ ഒരു കൺസെപ്റ്റിലേക്ക് വരുന്നതിന് മുന്നേ ഞാൻ ഒരു ഓക്കെ സാർ. അപ്പൊ ഒരു 7 വർഷം ഞാൻ ദുബായിലായിരുന്നു. അതിനു മുന്നേ നിങ്ങളെപ്പോലെ തന്നെ റാബി സാർ എന്ന എന്റെ ഇന്റിമേറ്റ് ഫ്രണ്ടായ എന്റെ കമ്പനിയുടെ ഡിവിഷണൽ സെയിൽസ് ടീം മാനേജറായ റാബി സാറാണ് ഈ ഒരു കൺസെപ്റ്റ് എനിക്ക് തന്നത്. പക്ഷെ എന്താ പറയാ, 1.5 വർഷം മുന്നേ ഈ ഒരു കൺസെപ്റ്റ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താ, നമ്മളെല്ലാരും എന്താ ചൂടുവെള്ളത്തിന് വീണ പൂച്ചയല്ലേ. എല്ലാരും ഒരുപാട് കൺസെപ്റ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ എന്താ, അതിലൊരുപാട് നഷ്ടങ്ങളും റീപർച്ചേസിങ്ങും റീസെല്ലിംഗ് പറഞ്ഞുകൊണ്ട് ഒരുപാട് നെറ്റ്വർക്ക് കണ്ടിട്ടുണ്ട്. ആമ്പ്, മോഡിക്കർ, മൈലം, അങ്ങനെ ഒരുപാട്. ഏറ്റവും ഞാൻ ലാസ്റ്റിൽ ഐഡിയ അടിച്ചത് ഹൈറിച്ച് എന്ന ഡിജിറ്റലിലാണ്. ഒരു 10,000 രൂപ കൊടുക്കുക, 90 രൂപ നമുക്ക് റിട്ടേൺ വരും. എന്താ മണി ചെയിൻ പോലെ സാധനം. പക്ഷെ അതേപോലത്തെ സാധനം ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ന് ജോയിൻ ചെയ്തില്ല. അങ്ങനെ എന്റെ 1.5 വർഷം പിന്നിട്ടു. ഓക്കെ. അതിന് എന്റെ ഇന്റിമേറ്റ് ഫ്രണ്ട് എന്റെ കമ്പനിയുടെ ഡിവിഷണൽ സെയിൽസ് ടീം മാനേജർ റാബി സാർ ഈ ഒരു കൺസെപ്റ്റ് ഞാൻ ഡെയിലി പോകുന്ന എനിക്ക് ഷോപ്പിന്റെ കാലിക്കറ്റ് എന്റെ ഫ്രണ്ട് ഇപ്പൊ റാബി സാർ, സോറി പ്രസാദ് സാർ ഉണ്ട് ഇപ്പൊ ഇൻക്ലൂഡ് ആയിട്ട്. അപ്പൊ എന്താ പറയാ, റാബി സാറിന്റെ ഷോപ്പിൽ ഞാൻ ഡെയിലി പോകും. എന്റെ ഷോപ്പിലേക്ക് സ്റ്റിക്കർ വാങ്ങാൻ പോകുന്നതാണ്. അന്ന് റാബി സാർ അവിടെ ഒരു ജോലിക്കാരനായിട്ടാണെങ്കിൽ എന്താ പറയാ, എന്റെ എത്രയോ എന്താ അങ്ങനെ പറയല്ലോ, എന്റെ എത്ര ഇന്റിമേറ്റ് ഫ്രണ്ടാണ്. അപ്പൊ ഞാൻ ഷോപ്പിൽ നടത്തുന്നു, സാറ് ഷോപ്പിൽ ജോലി
ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ അത് നേരെ തിരിച്ചിട്ടാണ് ഇവിടെ എന്നൊരു കൺസെപ്റ്റിലേക്ക് എന്താ മാറ്റം നിർത്തിയെന്നാണ്. എന്റെ ഏറ്റവും അപ്ലൈ ലീഡറായ ഓഫീസർ ഞാൻ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്നു. സാറ് പറയുന്ന കാര്യങ്ങൾ ഞാൻ കേൾക്കുന്നു. സാറ് പറയുന്ന കാര്യങ്ങൾ ഞാൻ എന്റെ ടീമിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്നതാണ്. എനിക്ക് കിട്ടുന്ന കാര്യങ്ങൾ ഒരിക്കലും ഞാൻ ഇവിടെ വെക്കുകയല്ല ചെയ്യുന്നത്, എന്റെ കൂടെ വന്നവർക്ക് ഞാൻ പഠിപ്പിച്ചു കൊടുക്കാം. അതാണ് നമ്മൾ ഇതിലെ ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, 1.5 വർഷം പിന്നിട്ടതിന് ശേഷം റാഫി സാർ ഈ ഒരു കൺസെപ്റ്റ് ഏറ്റെടുത്തതിന് ശേഷം ഫസ്റ്റ് എന്നോട് പറഞ്ഞു ഷിനോ സാർ റാഫി സാറിന് കൊടുക്കൂ. അപ്പൊ ഞാൻ ഡെയിലി ഞാൻ പറഞ്ഞു മോനെ വിട്ടോട്, നമ്മൾ സാധാരണ പറയുന്ന പോലെ തന്നെ അല്ലെ, എന്താ പറയുന്നത്, നമുക്ക് പറ്റൂല. എല്ലാവരും ഷായി സാർ എപ്പോഴും പറയും പഴയ വീഞ്ഞ് പുതിയ കുപ്പി എന്നറിയില്ല. അതേ സെയിം സാർ ഞാൻ ഡ്യൂപ്ലിക്കേഷൻ ചെയ്യാണ്. അപ്പൊ നമ്മളത് വിചാരിച്ചു ഞാൻ വിട്ടു. പക്ഷെ 6 മാസം കഴിഞ്ഞു. 6 മാസത്തിന് ശേഷം റാഫി സാറിന് വലിയ കോൺടാക്ട്സ് ഒന്നുമില്ല. പക്ഷെ റാഫി സാറിന്റെ സ്റ്റാറ്റസ് ഞാൻ നോക്കലുണ്ടായിരുന്നില്ല. നമ്മളോട് എല്ലാവരും